നമസ്കാരം. നടനും രാഷ്ട്രീയ നേതാവുമായ വിജയുടെ വ്യക്തിജീവിതം സംബന്ധിച്ച് അടുത്ത കാലത്ത് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഭാര്യ സംഗീതയുമായി വിജയ് അകന്നു കഴിയുകയാണെന്നാണ് വിവരം. അഭ്യൂഹങ്ങൾക്കൊടുവിൽ വിവാഹമോചന ഹർജി ഫയൽ ചെയ്ത് നടൻ വിജയുടെ ഭാര്യ സംഗീത തന്നെ രംഗത്തെത്തി. പ്രമുഖ നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. ഏറെ നാളായി ഇരുവരും തമ്മിൽ അകന്നു കഴിയുകയായിരുന്നു. ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളൽ വീണുവെന്ന വാർത്തകൾ നേരത്തെ തന്നെ ശക്തമായിരുന്നു. എന്നാൽ വിജയോ ഭാര്യ ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല. അതിനിടയിലാണ് സംഗീത നിയമപരമായി നീങ്ങിയത്. വിജയ് സംഗീത വിവാഹമോചന കേസ് തമിഴകത്ത് വലിയ ചർച്ചാ വിഷയമായി തുടരുകയാണ്. ഗുരുതരമായ ആരോപണമാണ് സംഗീത വിജയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്നും ഇതാണ് ബന്ധം തകരാനുള്ള കാരണമെന്നും സംഗീത ഡിവോഴ്സ് പെറ്റീഷനിൽ പറഞ്ഞു. ഭർത്താവിന്റെ അവഗണന തനിക്കുണ്ടാക്കിയ അപമാനത്തെക്കുറിച്ചും മാനസിക വിഷമത്തെക്കുറിച്ചും സംഗീത പെറ്റീഷനിൽ പരാമർശിക്കുന്നുണ്ട്. വിവാഹമോചനം, ന്യായമായ ജീവനാംശം, നിലവിൽ താമസിക്കുന്ന വീട്ടിൽ തന്നെ തുടരാനാകണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് സംഗീത ഉന്നയിക്കുന്നത്. സംഗീതയ്ക്കെതിരെ വിജയുടെ PR ടീമുകൾ തിരിഞ്ഞിട്ടുണ്ട്. സംഗീതയെ വിജയുടെ രാഷ്ട്രീയ എതിരാളികളായ DMK തക്ക സമയത്ത് ഇറക്കിയതാണെന്നാണ് ഇവരുടെ വാദം. ഇതിനിടെ ഫിലിം ജേർണലിസ്റ്റ് ബാലാജി പ്രഭു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. നീലാങ്കരയിലെ വീട്ടിൽ വിജയ്ക്ക് താഴത്തെ നിലയിൽ വേറൊരു അടുക്കളയും പാചകവും ഉണ്ട്. മുകളിലത്തെ നിലയിൽ സംഗീതയും. അവിടേക്ക് പോകാൻ മറ്റൊരു വഴിയാണ്. താഴത്തെ നിലയിലേക്ക് പോകാൻ പറ്റില്ല. വിജയും സംഗീതയും സംസാരിച്ചിട്ട് തന്നെ 6 വർഷമായി. മാനേജർ മുഖേനയാണ് ഇവർ സംസാരിക്കുന്നത്. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട മര്യാദയും സ്നേഹവും കൊടുത്തിട്ടില്ല. വലിയ തെറ്റാണിത്. നാട് നന്നാക്കുമെന്ന് പറയുന്ന വിജയ് സ്വന്തം ഭാര്യയോട് ഇങ്ങനെയൊരു അനീതി ചെയ്തത് ആശ്ചര്യമാണെന്നും ബാലാജി പ്രഭു പറയുന്നു. മനസ്സ് തകർന്നത് കൊണ്ടാണ് സംഗീത ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഭർത്താവ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങളോട് എന്തോ പറയാൻ സംഗീത ആഗ്രഹിക്കുന്നു. ഈ മനുഷ്യന്റെ യഥാർത്ഥ മുഖം ഇതാണെന്ന് ജനങ്ങളെ അറിയിക്കുകയാണ് സംഗീത ചെയ്തത്. അത് മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ബാലാജി പ്രഭു പറഞ്ഞു. അതേസമയം തമിഴ്നാട് നിയമസഭയിലേക്കുള്ള തന്റെ ആദ്യ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് ഇപ്പോൾ വിവാഹമോചന വാർത്തകളിലൂടെയാണ് ശ്രദ്ധ നേടുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീത സ്വർണ്ണലിംഗം ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ അപ്രതീക്ഷിതമായി വിവാഹമോചന ഹർജി ഫയൽ ചെയ്തത് സിനിമാ രാഷ്ട്രീയ മേഖലകളിൽ ഞെട്ടലുണ്ടാക്കുന്നത് തന്നെയായിരുന്നു. വിജയ്ക്ക് ഒരു പ്രമുഖ നടിയുമായി ബന്ധമുണ്ടെന്നും അതാണ് തങ്ങളുടെ ദാമ്പത്യം തകരാൻ കാരണമെന്നുമാണ് സംഗീതയുടെ ഹർജിയിലെ പ്രധാന ആരോപണം. 2021 ഏപ്രിൽ മുതൽ ഇരുവരും വേർപിരിച്ച് താമസിക്കുകയാണ്. വിജയുടെ ഈ ബന്ധം ഭാര്യ കണ്ടെത്തിയതിനെ തുടർന്നാണ് വേർപിരിയൽ സംഭവിച്ചതെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ പല സൈബർ ഗ്രൂപ്പുകളും ആരാധകരുടെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് വിജയ്ക്കൊപ്പം ഒട്ടേറെ സിനിമകൾ സഹകരിച്ചിട്ടുള്ള അടുത്ത സുഹൃത്തു കൂടിയായ നടി തൃഷയാണ്. തൃഷയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും പറഞ്ഞിരുന്നു. തൃഷ വിജയ് ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തി പ്രമുഖ ഗായിക കൂടിയായ സുചിത്ര രംഗത്തെത്തി. തൃഷ ഒരു ബൈസെക്ഷൽ ആണ്. ആണിനോടും പെണ്ണിനോടും അവൾക്ക് ഒരുപോലെ താല്പര്യമുണ്ടെന്ന് സുചിത്ര ആരോപിക്കുന്നു. അതിൽ പെണ്ണുങ്ങളോടാണ് ഒരു പടി മുകളിൽ താല്പര്യം. തൃഷയുടെ കരവലയത്തിലാണ് വിജയ് എപ്പോഴും ഉള്ളത്. തൃഷയുടെ പാവ പോലെയാണ് വിജയ്. ഇരിക്കാൻ പറഞ്ഞാൽ വിജയ് ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും എന്നാണ് സുചിത്ര വിജയുടെ ഭാര്യ സംഗീതയുടെ വിവാഹമോചന ഹർജിക്ക് പിന്നാലെ പറയുന്നത്. നേരത്തെ മറ്റൊരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ചില വെളിപ്പെടുത്തലുകൾ അവർ നടത്തിയിരുന്നു. വിജയ് തൃഷയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവാം. എന്നാൽ തൃഷയ്ക്ക് ഉദയനിധി സ്റ്റാലിനോടും തുല്യമായ ഇഷ്ടമുണ്ട്. രമ്യ കൃഷ്ണനെയും തൃഷ സ്നേഹിക്കുന്നു. പുരുഷന്മാരിൽ ഉദയനിധിയും സ്ത്രീകളിൽ രമ്യ കൃഷ്ണനുമാണ് തൃഷയ്ക്ക് പ്രിയം. തൃഷ ധനുഷിന്റെ പേര് വളരെ തന്ത്രപരമായി ഉപയോഗിക്കുകയാണ് എന്നും സുചിത്ര വ്യക്തമാക്കിയിരുന്നു. തൃഷയുടെ നടക്കാതെ പോയ വിവാഹത്തെക്കുറിച്ചും സുചിത്ര വെളിപ്പെടുത്തി. യഥാർത്ഥത്തിൽ തൃഷ സ്റ്റാലിന്റെ മരുമകളാകേണ്ടിയിരുന്നു. പക്ഷേ എന്റെ അറിവിൽ അവർ ആരെയും വിവാഹം കഴിക്കില്ല. അവർ എല്ലാ ബന്ധങ്ങൾക്കും അപ്പുറമുള്ള ഒരു സ്നേഹത്തിലാണ് വിശ്വസിക്കുന്നത്. വരുൺ മണിയനുമായി നടക്കേണ്ടിയിരുന്ന വിവാഹം ഉദയനിധി സ്റ്റാലിന്റെ ഇടപെടൽ കാരണമാണ് മുടങ്ങിയത്. അവരുടെ വിവാഹം ഉദയനിധിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല, സുചിത്ര കൂട്ടിച്ചേർത്തു. അതിനിടെ മറ്റൊരു നിർണായക വിവരം പുറത്തു വന്നിരുന്നു. വിജയ് തന്റെ ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ കോടതിയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിജയ് ഭാര്യ സംഗീത സ്വർണ്ണലിംഗവുമായി കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇരുവരും പലതവണ ചർച്ചകൾ നടത്തിയെന്നാണ് വിവരം. ഈ ഒത്തുതീർപ്പിന്റെ ഭാഗമായി 250 കോടി രൂപയുടെ വലിയൊരു നഷ്ടപരിഹാര തുക വാഗ്ദാനം ചെയ്യാനാണ് വിജയ് ചർച്ച നടത്തുന്നത്. ഈ ഭീമമായ തുക സംഗീതയ്ക്കും മക്കളായ ജേസൺ സഞ്ജയ്ക്കും ദിവ്യ സാക്ഷിക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ തുകയുടെ വിതരണ വിവരങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കുടുംബത്തിന്റെ അന്തസ്സും സ്വകാര്യതയും കാത്തു സൂക്ഷിക്കാനാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ. ഇരു കക്ഷികളും ധാരണയിലെത്തിയാൽ നിലവിലുള്ള വിവാഹമോചന ഹർജി പിൻവലിക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വിജയുടെ ഭാര്യ സംഗീതയുടേതായിരിക്കും. അവർ വഴങ്ങിയില്ലെങ്കിൽ നിയമ വ്യവഹാരങ്ങൾ വിജയ്ക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കും. അതേസമയം വിജയ് തൃഷ ബന്ധം ഭാര്യ സംഗീത സ്വർണ്ണലിംഗം തുറന്നു കാട്ടിയ ശേഷം സോഷ്യൽ മീഡിയയിൽ മറ്റൊരു പോസ്റ്റും വൈറലായിരുന്നു. തൃഷ വിജയ് ബന്ധം ശക്തി പ്രാപിച്ചത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ടൈം ലൈൻ പോസ്റ്റും ചർച്ചയാവുന്നുണ്ട്. ദി നോ വൺ എന്ന എക്സ് അക്കൗണ്ടിലാണ് വൈറലായി പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തൃഷയുടെ സോളോ ട്രിപ്പുകളിൽ വിജയുടെ സാന്നിധ്യം തെളിവോടെ എടുത്തു പറയുന്നുണ്ട് ഈ വൈറൽ പോസ്റ്റിൽ. മണിക്കൂറുകൾക്കുള്ളിൽ 10 ലക്ഷത്തിലധികമാണ് പ്രസ്തുത പോസ്റ്റിന് കിട്ടിയ റീച്ച്.
2004 മുതൽ 2008 വരെയുള്ള കാലയളവിൽ തൃഷയും വിജയും നായികയും നായകനുമായി 4 സിനിമകൾ ചെയ്തു. പിന്നെ 2008 മുതൽ 2021 വരെ യാതൊരു വിവരവും ഈ ജോഡിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. 2022 മാർച്ചിൽ തൃഷ ന്യൂയോർക്ക് സിറ്റിയിൽ സോളോ ട്രിപ്പിന് പോയി. സുഹൃത്തുക്കൾക്കൊപ്പം മെക്സിക്കൻ ട്രിപ്പ് കഴിഞ്ഞ് എത്തിയ ശേഷമാണ് തൃഷ സോളോ ട്രിപ്പ് പോയത്. കുരുവിക്ക് ശേഷം തൃഷയും വിജയും ഒരുമിച്ച് അഭിനയിച്ച സിനിമ ലിയോയാണ്. ഇടയ്ക്കിടെ സോളോ ട്രിപ്പ് പോകുകയും അതിന്റെ ഫോട്ടോകളും വീഡിയോകളും തൃഷ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. താരം സോളോ ട്രിപ്പ് പോകുമ്പോഴെല്ലാം മറ്റൊരാളുടെ കൂടി സാന്നിധ്യം ആളുകൾ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാലും മറ്റൊരാളുടെ സാന്നിധ്യം വ്യക്തമാകുമെന്ന് പോസ്റ്റിൽ പറയുന്നു. അതേ വർഷം ഒക്ടോബർ മുതൽ തൃഷയുടെ വിരലിൽ എൻഗേജ്മെന്റ് റിംഗ് പോലൊന്ന് കണ്ടെത്തി തുടങ്ങി. ഒട്ടുമിക്ക ഫംഗ്ഷനുകളിലും തൃഷ അത് ധരിക്കാറുണ്ട്. പൊന്നിയിൻ സെൽവൻ പ്രൊമോഷൻ വേളയിലും ലിയോ സക്സസ് മീറ്റിലും തൃഷയുടെ വിരലിൽ ഇതേ മോതിരം കാണാം. പിന്നീട് തൃഷ വീണ്ടും യൂറോപ്പിലേക്ക് സോളോ ട്രിപ്പ് പോയി. ശേഷം 2023 ജനുവരിയിൽ വാരിസ് ADFസിലും പ്രൈവറ്റ് പാർട്ടിയിലും താരം പങ്കെടുത്തു. വാരിസിൽ തൃഷ അഭിനയിച്ചിട്ടില്ല. മാത്രമല്ല ഇരുവരും ഡ്രസ് കോഡിലാണ് പലപ്പോഴും ഫംഗ്ഷനുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ECRൽ വിജയയുടെ വസതിയോട് ചേർന്ന് തൃഷ താമസം തുടങ്ങി. ജൂണിൽ വിജയയുടെ പിറന്നാൾ ദിനത്തിൽ റെഡ് ഹാർട്ട്, ഇൻഫിനിറ്റി, ഡബിൾ ഐ ഇമോജി എന്നിവ ക്യാപ്ഷനായി നൽകി നടനൊപ്പമുള്ള ഫോട്ടോ നടി പങ്കുവച്ചു. അതേ വർഷം ഓഗസ്റ്റിൽ സ്കാൻഡിനേവിയ ക്രൂയിസിൽ സോളോ ട്രിപ്പ് അടിക്കുന്നതിന്റെയും ഒപ്പം റൊമാൻറ്റിക്കായി ആർക്കോ മുമ്പിൽ പോസ്റ്റ് ചെയ്യുന്നതിന്റെയും ഫോട്ടോ പങ്കുവച്ചു. മാത്രമല്ല നോർവേയിൽ നിന്നുള്ള ഇരുവരുടെയും CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഒപ്പം തൃഷ പങ്കിട്ട പോസ്റ്റിൽ കാണുന്ന ഷൂ വിജയുടേതാണെന്ന നിഗമനത്തിൽ ആളുകൾ എത്തുകയും ചെയ്തിരുന്നു. കാരണം അതേ ഷൂ ധരിച്ച് വിജയ് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നീട് 2023 ഓഗസ്റ്റ് 25-ന് ഒരു പോസ്റ്റ് കൂടി തൃഷ പങ്കിട്ടു. അതിൽ തൃഷയെ കാണാം. അന്ന് വിജയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പിന്നീട് വിജയെയും തൃഷയെയും വെച്ച് ഒരു ഫാൻ ബോയ് ചെയ്ത വീഡിയോയ്ക്ക് ലവ് ദിസ് എന്ന ഒരു കമന്റും തൃഷ നൽകി. അത് ചർച്ചയായപ്പോൾ അത് നീക്കം ചെയ്തു. 2023 നവംബർ 1-ന് അതായത് കർവ ചൗത്ത് ആചരിക്കുന്ന ദിവസം ലിയോയുടെ സക്സസ് മീറ്റ് നടന്ന വേദിയിൽ റെഡ് സാരിയിൽ നടിയെത്തി. ഇരുവരും ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില ഫോട്ടോകളും പുറത്തു വന്നിരുന്നു. തൃഷ പങ്കുവയ്ക്കുന്ന ഫോട്ടോകളിലും വിജയുടേതായി പുറത്തു വരുന്ന ഫോട്ടോകളിലും ഒരേ വീടും ഇന്റീരിയറുമാണെന്നതാണ് ലിവിംഗ് ടുഗദർ എന്ന റൂമറിന് കാരണമെന്നും വൈറൽ പോസ്റ്റിൽ പറയുന്നുണ്ട്.